Hi friends, welcome to jojistechworld. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ സിമെൻറ്റിൽ ഫ്ലൈ ആഷ് എന്തിനാണ് ആഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഞാൻ ടെക്നിക്കലായിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ഗുണങ്ങൾ മാത്രമല്ല, എന്തുകൊണ്ടാണ് ടെക്നിക്കലി നമ്മൾ അതെങ്ങനെ സംഭവിക്കണേ എന്നതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വലിയ ബ്രാൻഡ് സിമെൻറ്റ് ബ്രാൻഡ് കമ്പനികളായ ACC, അൾട്രാടെക് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്ന അധികവും പോപ്പുലർ ആയേക്കണ അവരുടെ ഈ പൊസലോണ പോർട്ട്ലാൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ PPC സിമെൻറ്റാണ്. PPC സിമെൻറ്റ് ഇത് നമുക്ക് വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പുറത്ത് ഇൻ്റർനാഷണൽ പോയിട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം PPC എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്ക് ഈ സിമെൻറ്റിൽ ശരിക്കും എങ്ങനെയാണ് സിമെൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് വെള്ളം ആഡ് ചെയ്യും. ആ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വഴി അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും, ഇത് നമുക്കറിയാം. പക്ഷേ ഈ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ സിമെൻറ്റിൽ വെള്ളം ഒഴിക്കുമ്പോഴോ ഒക്കെ ഈ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഈ കോൺക്രീറ്റിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 4 സംഭവങ്ങൾ കോൺക്രീറ്റിനെ പ്രധാനമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് 4 സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് വൺ ക്ലോറൈഡാണ്. ക്ലോറൈഡ് ഈ കോൺക്രീറ്റിൽ ക്ലോറൈഡ് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മുടെ പരിസരത്തേക്ക് ഉണ്ടാവും, ഇപ്പോൾ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഒരു വെള്ളത്തിലൊക്കെ വരാം. ക്ലോറൈഡ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് കമ്പനി ആക്ട് ചെയ്തിട്ട് അതിനെ കൊറോഡ് ചെയ്തിട്ട് ഇല്ലാണ്ടായി കളയും, അതിന് സ്ട്രെങ്ത് കളയും. അപ്പോൾ കൊറോഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ക്ലോറൈഡ് വഴിക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ സൾഫേറ്റാണ്. സൾഫേറ്റ് അധികം ഗ്രൗണ്ട് വാട്ടറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ സൾഫേറ്റിൻ്റെ അറ്റാക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ സൾഫേറ്റ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിൽ ക്രാക്ക് വീഴും. മൂന്നാമത് കാർബൺ ഡയോക്സൈഡാണ്. കാർബൺ ഡയോക്സൈഡ് നമ്മുടെ എയർ തന്നെയുണ്ട്, അപ്പോൾ അത് ആക്ട് ചെയ്താലും കോൺക്രീറ്റിന് പ്രശ്നമാണ്. നാലാമത് ആൽക്കലൈൻ സിലിക്ക എന്ന സംഭവമാണ്. അത് നമ്മുടെ സൈഡിലേക്ക് വരുന്ന കോഴ്സ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മണൽ, സാൻഡിലൊക്കെ ഈ സംഭവമുണ്ട്. റിയാക്റ്റീവ് ആയിട്ടുള്ള ആൽക്കലൈൻ സിലിക്കയുണ്ട്. ഇത് ആക്ട് ചെയ്താലും നമ്മുടെ കോൺക്രീറ്റിന് സിമെൻറ്റിനൊക്കെ പ്രശ്നമാണ്, സ്ട്രെങ്ത് കുറയും, കോൺക്രീറ്റ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ആക്ഷൻ വഴിക്ക് സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഒരു ചിന്ത വന്നു. റിസർച്ച് ഇതിന് കുറേയധികം നടത്തി. അപ്പോൾ ആ സമയത്ത് കണ്ടുപിടിച്ച സംഭവമാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞ സംഭവം. ഫ്ലൈ ആഷ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു കെമിക്കൽ ഫോമിൽ നോക്കാം. സിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് ആണ്. സിമെൻറ്റിൽ ട്രൈക്കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്, ഡൈക്കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്. ട്രൈക്കാൽഷ്യം സൾഫേറ്റ് എന്ന് വെച്ചാൽ C3S. ഡൈക്കാൽഷ്യം സൾഫേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C2S. കാൽഷ്യത്തിൻ്റെ 2 ആറ്റം, മറ്റേത് കാൽഷ്യത്തിൻ്റെ 3 ആറ്റം. ഓക്കെ, C3S, C2S. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ C3S പ്ലസ് H2O, വാട്ടർ, H2 എന്ന് വെച്ചാൽ വാട്ടർ, രണ്ടും കൂടെ ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ സംഭവിച്ചിട്ട് എന്താ സംഭവിക്കുക? CSH എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന 3CH, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ 2 റിയാക്ഷൻ നടക്കും ആ സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ. അത് C3S ആക്ട് ചെയ്യുന്നു, പിന്നെ C2S പ്ലസ് 4H2 ആക്ട് ചെയ്യുമ്പോൾ CSH പിന്നെ ഉണ്ടാകുന്നു, അതിൻ്റെ കൂടെ CH ഉണ്ടാകുന്നു, പിന്നെ ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ സിമെൻറ്റ് വെള്ളം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ CSH 2 സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്, പിന്നെ 3CH എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാവുന്നു, വേറെ CH ഉണ്ടാവുന്നു. ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, ഇതിൽ 3 ആറ്റംസ് ഉണ്ടാകുന്നു മാത്രം മുകളിൽ. അപ്പോൾ CSH എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലാണ്, മനസ്സിലായില്ല? CSH ഒരു ജെല്ലാണ്. ആ ജെല്ല് ഒരു 80% ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ CH എന്നുള്ള സംഭവമാണ്. അത് C ലൈമാണ്, നമുക്കറിയാം, കാൽഷ്യം. അപ്പോൾ അതും സ്ട്രെങ്ത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതിലിപ്പോൾ ജെല്ല് കൊടുക്കുന്ന ബാക്കി 20% CH എന്നാണ് വരേണ്ടത്. ഓക്കെ, ഈ റിയാക്ഷൻ കഴിഞ്ഞാൽ ഈ 2 സംഭവങ്ങളാണ് കിട്ടുക. അപ്പോൾ ഇതിൽ C3S, C2Sൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, C3S ട്രൈക്കാൽഷ്യം സൾഫേറ്റ് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ് ടൈം ഉണ്ടല്ലോ, നമ്മുടെ സിമെൻറ്റിൻ്റെ ഒരു 3ാമത്തെ ദിവസം തൊട്ട് 7ാമത്തെ ദിവസം വരെ, കോൺക്രീറ്റിൻ്റെ 3ാമത്തെ ദിവസം തൊട്ട് 7ാമത്തെ ദിവസം വരെ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ C3S ആയിരിക്കും. ഈ C3S 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. 28 ഡേയ്സും ആക്ട് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് C3S ആയിരിക്കും ആ സമയത്ത് സിമെൻറ്റിന്. ഇത് 7ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ C2S എന്നുള്ള ആ ഒരു സംഭവം വന്നിട്ട് സ്ട്രെങ്ത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവരെ C2S വളരെ സ്ലോ ആയിട്ടായിരിക്കും, C2S അല്ലെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് റിയാക്ഷൻ നടത്തുക. പക്ഷേ അവനത് 7ാമത്തെ ദിവസം കണ്ടായിരിക്കും അവൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിട്ട് സ്ട്രെങ്ത്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി വന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവരെ C3S ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ 2 സ്ട്രെങ്തനിങ് കമ്പോണൻറ്റ് നമ്മൾ വെള്ളമൊഴിച്ച് കോൺക്രീറ്റിൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഈ 3 ദിവസം 7 ദിവസം വരെ C3S, അത് കഴിഞ്ഞാൽ C2S വരും. അത് കഴിഞ്ഞാൽ C3S ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് നമ്മൾ ഈ പറഞ്ഞാൽ CSH എന്ന് വെച്ചാൽ 80% സ്ട്രെങ്ത് ഉണ്ടാവും, ബാക്കി 20% 3CH കിടക്കുകയാണ്. ഈ CH, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ
ക്ലോറൈഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവനെ എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്യും. ആര് വന്നാലും റിയാക്ഷൻ റെഡി ആയിട്ടിരിക്കുന്ന പാർട്ടിയാണ് CH എന്ന് പറയുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറൈഡിൻ്റെ എന്തെങ്കിലും കണ്ടിട്ട് വന്നാൽ അതുമായിട്ട് റിയാക്ട് ചെയ്യും, അപ്പോൾ കോൺക്രീറ്റ് പ്രശ്നമായി. പിന്നെ സൾഫേറ്റ് വന്ന് സൾഫേറ്റായിട്ടും റിയാക്ട് ചെയ്യും, അവിടെ പിന്നെയും പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, ഒന്നുമില്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, എയറിലുള്ള കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്തും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവൻ ഭയങ്കര റിയാക്റ്റീവാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന സാധനം ഭയങ്കര റിയാക്റ്റീവാണ്. അതുപോലെ റിയാക്റ്റീവ് ആൽക്കലി സിലിക്ക നമ്മുടെ കോയസ് അഗ്രിഗേറ്റിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കുന്നു, കോൺക്രീറ്റ് പ്രശ്നം ഉണ്ടാകുന്നു. ഇവൻ്റെ റിയാക്ഷൻ മാറ്റുക എന്നുള്ളൊരു വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇവൻ്റെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന ഏജൻറ്റിൻ്റെ ഈ നമ്മുടെ ക്ലോറൈഡായിട്ട് റിയാക്ഷൻ പാടില്ല, സൾഫേറ്റ് റിയാക്ഷൻ പാടില്ല, കാൽഷ്യമായിട്ട് റിയാക്ഷൻ പാടില്ല, ആൽക്കലൈൻ സിലിക്കേറ്റ് റിയാക്ഷൻ പാടില്ല എന്ന് നമുക്ക് അനുവദിക്കാൻ പാടില്ല. കാരണം ഇവർ തമ്മിലുള്ള കൂട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്, കോൺക്രീറ്റിൻ്റെ പണിയാണ്. അപ്പോൾ ആ ഒരു കൂട്ട് വെട്ടുക എന്നുള്ളതാണ് പിന്നെ സയൻറ്റിസ്റ്റ് ആലോചിച്ചത്. അപ്പോൾ സയൻറ്റിസ്റ്റ് ആലോചിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലൊക്കെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സൊക്കെ വരുന്ന സമയമാണ്, പവർ പ്ലാന്റ്സ്, അതിലൊക്കെ അധികം കൽക്കരിയാണ് ഉപയോഗിക്കുന്നത്, കോൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കോളിങ്ങനെ 1200 1400 ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ചിട്ട് അത്രയും നല്ല ഹൈ ഹീറ്റിൽ കത്തിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്ലൈ ആഷും നല്ല ചൂടിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അതും ഫ്ലൈ ആഷും റിയാക്റ്റീവ് കമ്പൗണ്ട്സും അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് റിയാക്റ്റീവായിട്ടുള്ള അലൂമിന അല്ലെങ്കിൽ സിലിക്ക എന്നുള്ള സംഭവം ഫ്ലൈ ആഷിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവരത് കണ്ടുപിടിച്ചു, ഈ ഫ്ലൈ ആഷ് സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സീനെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വില്ലായിട്ടിരിക്കുകയാണല്ലോ, കാരണം ഇവന് ആരുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവന് വേണമെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാൽഷ്യം ഉള്ള കാരണം അവന് രണ്ടാമതും ഇനിയും സിമെൻറ്റ് സ്ട്രെങ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ 2 പേരാണ് സ്ട്രെങ്ത് കൊടുക്കുന്നത്, C3S C2S സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സീഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നോക്കിയത്. അപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലെ കാൽഷ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൈ ആഷ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ ഇവർ നന്നായിട്ട് നല്ല കൂട്ടിലായി, നല്ല റിയാക്ഷനായി. അപ്പോൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലൈ ആഷ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സൾഫേറ്റ് വന്നാലും ക്ലോറൈഡ് വന്നാലും കാർബൺ ഡയോക്സൈഡ് വന്നാലും അല്ലെങ്കിൽ ആൽക്കലൈൻ സിലിക്ക വന്നാലും ഒന്നും ഇവ മൈൻഡ് ചെയ്യില്ല. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മൈൻഡ് ചെയ്യണില്ല. കാരണം ഇവരായിട്ട് നല്ലൊരു ബന്ധം വന്നല്ലോ. ഇവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റവരെ മറക്കും. അതാണ് ഉദ്ദേശം. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തൊരു ബന്ധമാണ് ഫ്ലൈ ആഷ് ആയിട്ടുള്ള ബന്ധം. അപ്പോൾ ഫ്ലൈ ആഷ് ആയിട്ട് ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അപ്പുറത്ത് വരുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ ഫ്ലൈ ആഷിൻ്റെ കൂടെ കൂടുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കൂടും. സിമെൻറ്റിന് മൂന്നാമതൊരു സ്ട്രെങ്ത്തും കൂടെ കിട്ടുവാണ്. അതായത് ഈ കാൽഷ്യം കൂടെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്നാമത് സ്ട്രെങ്ത്ത് കൊടുക്കാൻ നമുക്ക് പറ്റി, ഇങ്ങനെ ഫ്ലൈ ആഷ് ആഡ് ചെയ്തായിരുന്നു. ഇനി ഈ ഫ്ലൈ ആഷ് ആഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പൗണ്ട് നോക്കാം. ഫ്ലൈ ആഷിന് അല്ലാണ്ട് വേറെ കമ്പൗണ്ടുകൾ നമുക്ക് ഉണ്ട്. ഇപ്പോൾ അതും വേണമെങ്കിൽ ഫ്ലൈ ആഷിന് പകരം ചേർക്കാം. അതാണ് GGBS എന്ന് പറഞ്ഞത്. അതായത് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണൈസ് സ്ലാഗ് എന്ന് പറയും, GGBS. ഈ സംഭവം കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെറ്റൽ മില്ല് അങ്ങനെ ഫാക്ടറിക്ക് ഉണ്ടല്ലോ, അവിടെ അയൺ ഓറൊക്കെ നല്ല 1200 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയിട്ട് ആണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്, മെറ്റലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ GGBS എന്ന സാധനം. ആ GGBS ഈ നമ്മുടെ ഫ്ലൈ ആഷിന് പകരം സിമെൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവുന്ന ഒരു സിമെൻറ്റിൻ്റെ പറഞ്ഞതാണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് എന്ന് പറയുന്നത്. മറ്റേത് എന്തായിരുന്നു, ഫ്ലൈ ആഷ് മറ്റേ സാധാരണ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് PPC. ഇത് ഈ GGBS ആഡ് ചെയ്യുമ്പോൾ, അത് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണൈസ് സ്ലാഗ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിമെൻറ്റിൻ്റെ പേരാണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ്. ഈ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയയിലാണ്. കോസ്റ്റൽ ഏരിയയിൽ മറൈൻ സ്ട്രക്ചേഴ്സ് പണിയാൻ നേരത്ത് ഉപയോഗിക്കുന്നതാണ്. ഇതുകൊണ്ട് കുറേ ഉപയോഗമുണ്ട്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈവൻ നമ്മുടെ PPC പോർട്ട്ലാൻഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് നല്ലത്. അവിടെ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും. സോ അവിടെ മെയിനായിട്ട് അതിനായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഫ്ലൈ ആഷിൻ്റെ യൂസ് എന്താണ്, അതെങ്ങനെയാണ് ആ യൂസിൻ്റെ ആവശ്യം വന്നത്, എവിടെ നിന്നാണ് വന്നത്. അത് ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. വേസ്റ്റായിട്ട് കുറേ കിടപ്പുണ്ടായിരുന്നു ഈ ഫ്ലൈ ആഷ് എന്ന സംഭവം ഇന്ത്യയിൽ പല ഫാക്ടറിയിലും. അത് നമ്മൾ യൂസ് ചെയ്തതാണ്. അത് പണ്ട് ഗുണമുണ്ട്. മൂന്നാമത്തെ സ്ട്രെങ്ത് കിട്ടി. ഈ നമ്മുടെ സിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്ട്രെങ്ത് C3S, സെക്കൻഡ് സ്ട്രെങ്ത് വരുന്നത് C2S, പിന്നെ വരുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ C നമ്മൾ ഫ്ലൈ ആഷായിട്ട് യോജിപ്പിച്ചിട്ട് അടുത്ത സ്ട്രെങ്ത് തരാനുള്ള ഒരു ബന്ധം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതുവഴി മറ്റുള്ളവരായിട്ടുള്ള ബന്ധം കൂടി ഇല്ലാണ്ടാക്കി. മനസ്സിലായില്ലേ? ക്ലോറൈഡ്സുമായിട്ട് ബന്ധമില്ലാണ്ടാക്കി, സൾഫേറ്റുള്ള ബന്ധമില്ലാണ്ടാക്കി, കാർബൺ ഡയോക്സൈഡ് ബന്ധമില്ലാണ്ടാക്കി, പിന്നെ ഈവൻ ആൽക്കലൈൻ സിലിക്ക വരുന്ന റിയാക്റ്റീവായിട്ടുള്ള ആൽക്കലൈൻ സിലിക്ക അതുമായിട്ടും ബന്ധമില്ലാണ്ടാക്കി. അപ്പോൾ സിമെൻറ്റിനെ കുറച്ചും കൂടെ സേഫ് സൈഡ് ആക്കി മാറ്റി നമ്മൾ ഫ്ലൈ ആഷ് ആഡ് ചെയ്യുമ്പോൾ. ഇതാണ് ഈ ഫ്ലൈ ആഷ് ആഡ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഈ ഫ്ലൈ ആഷിൻ്റെ ഉപയോഗങ്ങളും അത് എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.